ശിലകൾ നോക്കാം. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജോഗ്രഫിയുടെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ശിലകൾ. സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ. നിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ. ഭൂമിയുടെ പുറന്തോടിനെ രൂപപ്പെടുത്തുന്നു. ശിലകളാണ് ഭൂമിയുടെ പുറന്തോടിനെ രൂപപ്പെടുത്തുന്നത്, പുറമേ കാണപ്പെടുന്നത്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ധാതുക്കൾ. അപ്പൊ ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ്. അതായത് ഉദാഹരണത്തിന് സിലിക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, അഭ്രം എന്നിവയൊക്കെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ശിലകളിൽ ഈ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പെട്രോളജിയാണ്. ശിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജിയാണ്. പെട്രോളജി. ഇനി ശിലകൾ നമുക്കറിയാം 3 തരത്തിലുള്ള ശിലകളാണ് ഉള്ളത്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ. ഏതൊക്കെയാണ് ശിലകൾ? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ എന്നീ 3 ശിലകളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ നോക്കിയിട്ടുണ്ട്, അറിയാം. ഇഗ്നിയസ് റോക്സ്, ആഗ്നേയ ശിലകൾ. ഫോംസ് ഫ്രം മാഗ്മ ഓർ ലാവ, സോളിഡിഫിക്കേഷൻ, ഹാർഡ്, നോ ലേയേഴ്സ്. അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവയിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. നല്ല ഹാർഡായിരിക്കും, നല്ല കാഠിന്യമുള്ളതായിരിക്കും. ലേയേഴ്സ് കാണത്തില്ല, നോ ലേയേഴ്സ്. പിന്നെ നോക്കിയേ ഗ്രാനൈറ്റ്. നോക്കിയേ സ്ലോ മാഗ്മ കൂളിംഗ്. സാവധാനം മാഗ്മ തണുക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഗ്രാനൈറ്റ്. റാപ്പിഡ് ലാവ കൂളിംഗ് കൊണ്ടുണ്ടാകുന്നതാണ് ഒബ്സീഡിയൻ. പിന്നെ സെഡിമെന്ററി റോക്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ആഗ്നേയ ശിലകൾ നോക്കാം ആദ്യം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പൊ ആഗ്നേയ ശിലകൾ എങ്ങനെ രൂപപ്പെടുന്നതാണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം. ഉരുകിയ ശിലാദ്രവം എന്ന് പറയുന്നത് മാഗ്മ, ലാവ ഒക്കെയാണ്. മാഗ്മ, ലാവ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൗമ ഉപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പൊ ശിലാദ്രവം അല്ലെങ്കിൽ ലാവ തണുക്കുന്നത് മൂലം ഭൂമിയുടെ ഉപരിതലത്തിനോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ പുറന്തോടിന്റെ വ്യാപ്തം അനുസരിച്ച് ഏകദേശം 65% എന്ത് കാണപ്പെടുന്നു? ആഗ്നേയ ശിലകൾ കാണപ്പെടുന്നു. ഭൂമിയുടെ പുറന്തോടിന്റെ വ്യാപ്തത്തിന്റെ അനുസരിച്ച് ഏകദേശം 65% കാണപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടാൻ കാരണം മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാലാണ്. ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്, ഇങ്ങനെയുള്ള സെന്റൻസുകൾ. അതുകൊണ്ട് നമ്മൾ ഓരോ സെന്റൻസും തറവായിട്ട് പഠിക്കണം. അതായത് ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടാൻ കാരണം ഇത് മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാലാണ്, അല്ലെങ്കിൽ രൂപം കൊള്ളുന്നു. ലോഹ അയിരുകളും രത്നക്കല്ലുകളും പലപ്പോഴും ആഗ്നേയ ശിലകളുടെ സിരകളിലും വിള്ളലുകളിലും രൂപം കൊള്ളുന്നു. അപ്പൊ ലോഹ അയിരുകളും രത്നക്കല്ലുകളും പലപ്പോഴും ആഗ്നേയ ശിലകളുടെ സിരകളിലും വിള്ളലുകളിലും രൂപം കൊള്ളുന്നു. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ഗാബ്രോ, ടഫ്, പെഗ്മറ്റൈറ്റ് എന്നിവ. അപ്പം ഈ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഓരോ ശിലകളുടെ പേര് തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു, ഏത് തരം ശിലയാണ് എന്നാണ് ചോദിക്കുന്നത്. ആഗ്നേയ ശിലകൾ അപ്പൊ ഏതാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ഗാബ്രോ, ടഫ്, പെഗ്മറ്റൈറ്റ്. അപ്പം ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതൊക്കെയാണ് ഗ്രാനൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ഗാബ്രോ, ടഫ്, പെർമറ്റൈറ്റ്. ഇതാണ് ആഗ്നേയ ശിലകൾ. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ഗാബ്രോ, ടഫ്, പെഗ്മറ്റൈറ്റ്. ഇതാണ് പെഗ്മറ്റൈറ്റ് എന്ന് പറയുന്നത്. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ശിലയാണ് ആഗ്നേയ ശില. ശിലകളുടെ മാതാവ്
ആഗ്നേയശിലയാണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ, ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ, ഇത് പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ആഗ്നേയശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ഏതെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ആഗ്നേയശിലയാണ്. പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നു. അഗ്നിപർവ്വത ജന്യശിലകൾ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടി അതിൽ നിന്നുണ്ടാകുന്ന ലാവ തണുത്ത് രൂപം കൊള്ളുന്നതാണല്ലോ. അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശം 2/3 ഭാഗവും ആഗ്നേയശിലകളാണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശം 3/4 ഭാഗവും ആഗ്നേയശിലകളാണ്. ഇനി ആഗ്നേയശിലകള് രണ്ട് വിധമാണ്, രണ്ട് വിധം. ബാഹ്യജാത ശിലകളും ഉണ്ട്, അന്തർവേദ ശിലകളും ഉണ്ട്. ബാഹ്യജാത ശിലകൾ, അന്തർവേദ ശിലകൾ, ഇത് നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ബാഹ്യം അന്തർ എന്നുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറിഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ബാഹ്യജാത ശിലകൾ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ, ഉപരിതലം എന്ന് വെച്ചാൽ പുറത്ത്, മുകളിലായി ലാവ തണുത്തുറിഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ബസാൾട്ട്. ബസാൾട്ട് ഒരു ബാഹ്യജാത ശിലയാണ്. ഇനി പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട്. പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട്. പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ, അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ, അല്ലെങ്കിൽ പാതാള ശിലകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. അതായത് അകത്ത്, അടിയിലായിട്ട്. അതിനെ പ്ലൂട്ടോണിക് ശിലകളെന്നും പറയും, പാതാള ശിലകളെന്നും പറയും. ഉദാഹരണം ഗ്രാബോ, ഗ്രാനൈറ്റ് എന്നിവയെല്ലാം അന്തർവേദ ശിലകളാണ്. ഗ്രാബോ, ഗ്രാനൈറ്റ് ഒക്കെ അന്തർവേദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തന്നെ മാഗ്മ സാവധാനം തണുത്തുറിയുമ്പോൾ ശിലകളുടെ തരികൾ വലിപ്പമുള്ള തരികളാകുന്നു. അപ്പൊ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തന്നെ മാഗ്മ സാവധാനം തണുക്കുമ്പോൾ എന്താവും? വലിപ്പമുള്ള തരികളാവും. സാവധാനം തണുക്കുമ്പോൾ വലിപ്പമുള്ള തരികളാവും. ഉപരിതലത്തിലേക്ക് എത്തുന്ന ലാവ അതിവേഗം തണുക്കുമ്പോൾ രൂപപ്പെടുന്ന നേർത്ത തരിയുള്ള ശിലകളായിരിക്കും. ഇത് കണ്ടില്ലേ? ഭൗമാന്തർ ഭാഗത്ത് വെച്ച് മാഗ്മ. ഇപ്പൊ ഭൗമാന്തർ ഭാഗത്തെന്ന് പറയുമ്പോൾ മാഗ്മയും, ഉപരിതലത്തിലേക്കെന്ന് പറയുമ്പോൾ ലാവയുമായി അത് തണുത്തുറയുമ്പോൾ രൂപപ്പെടുന്ന നേർത്ത തരിയുള്ള ശിലകളായിരിക്കും. അപ്പൊ ഉപരിതലത്തിൽ വരുന്ന ലാവ പെട്ടെന്ന് തണുക്കും, അല്ലെ? ഓക്സിജൻ അന്തരീക്ഷത്തിലെ ആ ഒരു ഓക്സിജനും ഒക്കെ ആയിട്ട് പ്രതിപ്രവർത്തിച്ച് പെട്ടെന്ന് അങ്ങോട്ട് തണുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നേർത്ത തരിയുള്ള ശിലകളായിട്ടാണ് അത് രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകളാണ് ഡെക്കാൻ ട്രാപ്പ് മേഖലയും ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളും. അപ്പൊ ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ഏതെന്ന് ചോദിച്ചാൽ ഡെക്കാൻ ട്രാപ്പ് മേഖലയും ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളുമാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖലയും ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലുമാണ് ബസാൾട്ട് കാണപ്പെടുന്നത്, ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്നത്. ബസാൾട്ടിൽ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്, അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത്. ബസാൾട്ടിന്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് കറുത്ത പരുത്തി മണ്ണും, അതല്ലെങ്കിൽ റിഗർ മണ്ണ്. കറുത്ത പരുത്തി മണ്ണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഗർ മണ്ണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? പരുത്തി കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് റിഗർ മണ്ണ്, അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ്. കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാട്, ചിറ്റൂരാണ് പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ്. റിഗർ മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട്, ചിറ്റൂര്. അടുത്തത് നമുക്ക് അവസാദ ശിലകൾ നോക്കാം. ഊറിക്കൂടുക എന്ന അർത്ഥമുള്ള സെഡിൻഡം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം രൂപം കൊണ്ടത്. അവസാദ ശിലകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് സെഡിമെന്ററി റോക്സ്. ഊറിക്കൂടുക എന്ന അർത്ഥമുള്ള സെഡിൻഡം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം രൂപം കൊണ്ടത്. പ്രകൃതി ശക്തികളായ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രകൃതി ശക്തികളായ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരദന പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊളിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടുന്നു.
അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരദന പ്രവർത്തനങ്ങൾ കാരണം രൂപം കൊള്ളുന്ന ശിലകൾ ഏതാണ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത്. അതെങ്ങനെയാണ്? അവസാദ ശിലകളാണ് അല്ലെ. ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരദന പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ തരികളായിട്ട് മാറ്റപ്പെടുന്നു. ഈ ശിലാതരികൾ വിവിധ ബാഹ്യശക്തികൾ വലിച്ചുകൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ദൃഢീകരണം, ലിക്തിഫിക്കേഷൻ എന്ന് പറയും. ദൃഢീകരണം. ഈ ശിലാതരികൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചുകൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവർ തിങ്ങിച്ചേർന്ന് ശിലകളായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ദൃഢീകരണം അഥവാ ലിക്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഭാരവും കാഠിന്യവും കുറവായ ശിലകളാണ് അവസാദ ശിലകൾ. കാഠിന്യം അതായത് മൃദുവായ ശിലകൾ എന്നാണ് അവരതിന് പകരം ചോദിച്ചിരിക്കുന്നത്. മൃദുവായ ശിലകളായിരിക്കും. ഭാരവും കാഠിന്യവും കുറവായ ശിലകളാണ് അവസാദ ശിലകൾ. ഭാരവും കാഠിന്യവും കുറവായ ശിലകളാണ് അവസാദ ശിലകൾ. ജലകൃത ശിലകൾ, സ്തരിത ശിലകൾ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ജലകൃത ശിലകൾ, സ്തരിത ശിലകൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. പെട്രോളിയവും കൽക്കരിയും കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് കൽക്കരി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് കൽക്കരി. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതെന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലകളാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ചോദിച്ചിട്ടുണ്ട്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടായിട്ടുള്ള അവസാദ ശിലകളാണ് ടില്ലൈറ്റുകൾ. ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടായിട്ടുള്ള അവസാദ ശിലകളാണ് ടില്ലൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ടില്ലൈറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടായിട്ടുള്ള അവസാദ ശിലകളാണ് ടില്ലൈറ്റുകൾ. 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സ്രോതസ്സാണ് ഷെയിൽ. അപ്പൊ 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സ്രോതസ്സാണ് ഷെയിൽ. കക്ക, ചിപ്പി എന്നിവയിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദ ശില ഏതെന്ന് ചോദിച്ചാൽ അത് ചുണ്ണാമ്പുകല്ലാണ്. കക്ക, ചിപ്പി എന്നിവയിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദ ശില ഏതെന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പുകല്ല്. അപ്പൊ ചുണ്ണാമ്പുകല്ല് ഇങ്ങനെയായിരിക്കും. ചുണ്ണാമ്പുകല്ല് ഏത് ശിലയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അവസാദ ശിലയിൽ പെടുന്നു. ചുണ്ണാമ്പുകല്ല് ഒരു അവസാദ ശിലയാണ്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അറിയപ്പെടുന്നതാണ് അടുക്കുശിലകൾ. അതായത് അവസാദ ശിലകൾക്ക് ലേയേഴ്സ് ഉണ്ട്. പാളികളായി കാണപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് അടുക്കുശിലകൾ. ഇനി അവസാദ ശിലകൾ 3 തരമാണ്. മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ ബലകൃതമായിട്ട് രൂപം കൊണ്ടവ. യാന്ത്രികമായിട്ട് രൂപം കൊണ്ടവ അല്ലെങ്കിൽ ബലകൃതമായിട്ട് രൂപം കൊണ്ടവ. അതിനുദാഹരണമാണ് ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല് എന്നിവ. യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായിട്ട് രൂപം കൊണ്ടവയാണ് ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല് എന്നിവ. രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ രണ്ടാമത്തെ ആണ്. രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ടവ. അതിനുദാഹരണമാണ് ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ്. ഇതൊക്കെ അവസാദ ശിലയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇതിനുള്ള എക്സാമ്പിൾസ് ആണിത്. ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല്, ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ് ഇതൊക്കെ അവസാദ ശിലകളാണ്. മൂന്നാമത്തേതാണ് ജൈവികമായി രൂപം കൊണ്ടവ. ജൈവികമായിട്ട് രൂപം കൊണ്ടവയ്ക്ക് ഉദാഹരണമാണ് ഗീസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല് എന്നിവ. ഗീസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല് എന്നിവ. അപ്പൊ ഇതെല്ലാം അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അത് പഠിക്കുക. അപ്പൊ അവസാദ ശിലകളിൽ വരുന്ന ഏതൊക്കെയാണ്? ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല്, ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ്, ഗീസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല് ഇവയൊക്കെ അവസാദ ശിലകളുടെ ഉദാഹരണങ്ങളാണ്. അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ആണ് ഫോസിലുകൾ. അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. അപ്പൊ ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണെന്ന് ഓർത്തു വെക്കുക. ഇന്നത്തെ ബ്ലൂ ആൽഗയോട് ഏറെ സമാനതയുള്ള സൂക്ഷ്മ ഘടകങ്ങൾ ഏകദേശം 3000 ദശലക്ഷം വർഷത്തോളം പഴക്കമുള്ള ശിലാപാളികളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫോസിലുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലയിലാണ്.
ഫോസിലുകൾ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ ഫോസിലുകൾ പഠിച്ചിട്ടാണ്. ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതും എങ്ങനെയാണ്? ഫോസിലുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതും ഫോസില് പഠിച്ചിട്ടാണ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാലിയന്റോളജിയാണ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജിയാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലയാണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലയും ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലയുമാണ്. അടുത്തതാണ് കായാന്തരിക ശിലകൾ. മൂന്നാമത്തെ ശിലയാണ് കായാന്തരിക ശിലകൾ. ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായി മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ. അപ്പൊ കായാന്തരിക ശിലകൾ എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും, ഉയർന്ന മർദ്ദവും ഊഷ്മാവും മൂലം ആഗ്നേയ ശിലയോ അവസാദ ശിലയോ ഈ രണ്ട് ശിലകൾക്കും മാറ്റം സംഭവിക്കുന്നു. ആഗ്നേയ ശിലയോ ആയിരിക്കാം, അവസാദ ശിലയോ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റം വന്നിട്ട് അവയുടെ ഈ രണ്ടിലും എന്താണ് അവരുടെ അടിസ്ഥാന സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം വന്നിട്ട് രാസപരമായിട്ട് മാറ്റം വരുന്നു. എന്നിട്ട് രൂപം കൊള്ളുന്ന ശിലയാണ് കായാന്തരിക ശിലകൾ. അതായത് ആഗ്നേയ ശില അല്ലെങ്കിൽ അവസാദ ശിലയില് ശിലയുടെ രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായിട്ട് മാറ്റം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നു? ഉയർന്ന മർദ്ദം മൂലമോ ഊഷ്മാവ് മൂലമോ മാറ്റം ഉണ്ടായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ. രൂപാന്തരം സംഭവിച്ചത് എന്നാണ് കായാന്തരികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രൂപാന്തരം സംഭവിച്ചത് എന്നാണ് കായാന്തരികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണിവ. ഏതാണ്? അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ. ടെക്ടോണിക് പ്രക്രിയ, മാഗ്മയുമായുള്ള സമ്പർക്കം, അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്പർക്കം എന്നിവ മൂലവും കായാന്തരീകരണം സംഭവിക്കാം. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് കായാന്തരീകരണത്തിന്? ടെക്ടോണിക് പ്രക്രിയയുണ്ട്, മാഗ്മയുമായുള്ള സമ്പർക്കം, അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്പർക്കം. ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനഃപരലീകരണത്തിനും പുനഃസംഘടനത്തിനും വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം എന്ന് പറയുന്നത്. കായാന്തരീകരണം രണ്ട് തരത്തിലുണ്ട്. ബലതന്ത്ര കായാന്തരീകരണം, താപീയ കായാന്തരീകരണം ഉണ്ട്. രണ്ട് തരത്തില് ആണ് കായാന്തരീകരണം ഉള്ളത്. ബലതന്ത്ര കായാന്തരീകരണം, താപീയ കായാന്തരീകരണം. സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം. ബലതന്ത്ര കായാന്തരീകരണം അതായത് സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം. പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് താപീയ കായാന്തരീകരണം. അപ്പൊ എന്താണ് താപീയ കായാന്തരീകരണം എന്ന് വെച്ചാൽ എന്താണ്? പദാർത്ഥങ്ങൾക്ക് രാസപരമായി മാറ്റം സംഭവിക്കുന്നു, രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് താപീയ കായാന്തരീകരണം. താപീയ കായാന്തരീകരണത്തിൽ രാസപരമായിട്ട് മാറ്റമുണ്ടാകുന്നു. താപീയ കായാന്തരീകരണത്തെ സമ്പർക്ക കായാന്തരീകരണം, പ്രാദേശിക കായാന്തരീകരണം എന്നിങ്ങനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. താപീയ കായാന്തരീകരണത്തിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: പ്രാദേശികം, സമ്പർക്കം. ഇനി സമ്പർക്ക കായാന്തരീകരണം നോക്കാം. ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായിട്ട് ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും പുനഃക്രമീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത്. ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും പുനഃക്രമീകരിക്കപ്പെടുന്നു. ഇതാണ് സമ്പർക്ക കായാന്തരീകരണം. അതായത് മാഗ്മയും ലാവയും ഉള്ള സമ്പർക്കത്തിന്റെ ഫലമായിട്ട് അതിന് മാറ്റം സംഭവിക്കുന്നതാണ് സമ്പർക്ക കായാന്തരീകരണം. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നോ ലാവയിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങളും ശിലകളോട് ചേരാറുണ്ട്. പ്രാദേശിക കായാന്തരീകരണം നോക്കാം. ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായോ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവ രണ്ടിന്റെയും കൂടിയോ ഫലമായോ ശിലകൾ പുനഃപരലീകരണത്തിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കുന്നതാണ് പ്രാദേശിക കായാന്തരീകരണം സംഭവിക്കുന്നത്.
പ്രാദേശിക കായാന്തരീകരണം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായോ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവ രണ്ടിന്റെയും കൂടി ഫലമായോ പുനഃപരലീകരണത്തിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കുന്നതാണ് പ്രാദേശിക കായാന്തരീകരണം. കായാന്തരീകരണ പ്രക്രിയയാൽ ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ പാളികളായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. ഇതാണ് അടരുകളാകൽ അഥവാ രേഖീകരണം എന്ന് പറയുന്നത്. കായാന്തരീകരണ പ്രക്രിയയിൽ ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ പാളികളായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. കായാന്തരിത ശിലകളിലെ രേഖീകരണ ഘടനയ്ക്ക് പറയുന്ന പേരാണ് ബാൻഡിങ്. കായാന്തരീകരണ ശിലകളിലെ രേഖീകരണ ഘടനയ്ക്ക് പറയുന്നത് ബാൻഡിങ് എന്നാണ്. ബാൻഡിങ് ഘടന പ്രദർശിപ്പിക്കുന്ന ശിലകളാണ് ബാൻഡഡ് ശിലകൾ എന്നറിയപ്പെടുന്നത്. കായാന്തരീകരണത്തിന് വിധേയമാകുന്ന ശിലകളുടെ ഇനത്തിന്റെ അടിസ്ഥാനത്തിൽ കായാന്തരിത ശിലകളെ രണ്ടായിട്ട് തിരിക്കാം: അടരുള്ള ശിലകളെന്നും അടരുകളില്ലാത്ത ശിലകളെന്നും. ഇനി കായാന്തരിക ശിലകൾ നോക്കാം. കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ് നൈസോയിഡ്, ഗ്രാനൈറ്റ്, സയനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ്, നൈസ്, രത്നങ്ങൾ, വജ്രം, മരതകം എന്നിവയൊക്കെ കായാന്തരിക ശിലയാണ്. കായാന്തരിക ശില എന്ന് വെച്ചാൽ എന്താണ്? ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. അപ്പം കായാന്തരിക ശിലകളാണ് നൈസോയിഡ്, ഗ്രാനൈറ്റ്, സയനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ്, നൈസ്, രത്നങ്ങൾ, വജ്രം, മരതകം ഇവയെല്ലാം കായാന്തരിക ശിലയാണ്. ഏതൊക്കെയാണ്? നൈസോയിഡ്, ഗ്രാനൈറ്റ്, സയനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ്, നൈസ്, രത്നങ്ങൾ, വജ്രം, മരതകം എന്നിവയെല്ലാം കായാന്തരിക ശിലയ്ക്ക് ഉദാഹരണമാണ്. ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിക ശിലകളാണ്. കായാന്തരിക ശിലകൾ. കായാന്തരീകരണത്തിന്റെ ഫലമായി ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ അവസാദ ശിലകൾ താഴെ പറയുന്ന രീതിയിൽ കായാന്തരിത ശിലകളായിട്ട് മാറുന്നു. കായാന്തരിക ശിലകളായിട്ട് മാറുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നു? നൈസ് ആയിട്ട് മാറുന്നു. ഗ്രാനൈറ്റ് നൈസ് ആയിട്ട് മാറുന്നു. ചുണ്ണാമ്പുകല്ല് മാർബിൾ ആകുന്നു. ബസാൾട്ട് ഷിസ്റ്റ് ആകുന്നു. മണൽക്കല്ല് ക്വാർട്ട്സൈറ്റ് ആകുന്നു. കളിമണ്ണ് ഷെയ്ല് സ്ലേറ്റ് ആവുന്നു. കൽക്കരി ഗ്രാഫൈറ്റ് അതായത് അവസാദ ശില. ഇതിനകത്ത് ആഗ്നേയശിലയുണ്ട്, അവസാദ ശിലയുണ്ട്. അപ്പൊ അതെല്ലാം കായാന്തരിക ശിലയായിട്ട് മാറുവാണ്. ഗ്രാനൈറ്റ് നൈസ് ആകുന്നു, ചുണ്ണാമ്പുകല്ല് മാർബിൾ ആകുന്നു, ബസാൾട്ട് ഷിസ്റ്റ് ആകുന്നു, മണൽക്കല്ല് ക്വാർട്ട്സൈറ്റ് ആകുന്നു, കളിമണ്ണ് ഷെയ്ല് സ്ലേറ്റ് ആകുന്നു, കൽക്കരി ഗ്രാഫൈറ്റ് ആകുന്നു. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ശിലാചക്രം ഉണ്ട്. പഴയ ശിലകൾ പുതിയ ശിലകളായി മാറുന്ന തുടർച്ചയായ പ്രക്രിയയാണ് ശിലാചക്രം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓരോന്ന്. അതാണ് ശിലാചക്രം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ലാവ തണുത്തുറഞ്ഞ് ആഗ്നേയശിലയാകുന്നു, അത് പിന്നീട് അവസാദ ശിലയാകുന്നു, അതിനുശേഷം കായാന്തരികമാകുന്നു, അത് വീണ്ടും പിന്നെ മാഗ്മയാകുന്നു, അങ്ങനെ ഭൂമിക്കടിയിൽ പോകുന്നു, അങ്ങനെ വീണ്ടും മാഗ്മയാകുന്നു. അതൊരു ഇങ്ങനെയാണ്, തിരിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പ്രാഥമിക ശിലകളായ ആത്മീയ ശിലകളിൽ നിന്നാണ് മറ്റ് ശിലകളായ കായാന്തരിത ശിലകളും അവസാദ ശിലകളും രൂപപ്പെടുന്നത്. പ്രാഥമിക ശിലകളായ ആഗ്നേയ ശിലകളിൽ നിന്നാണ് മറ്റ് ശിലകളായ കായാന്തരിത ശിലകളും അവസാദ ശിലകളും രൂപപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ഒരിക്കൽ രൂപപ്പെട്ട ശിലകൾ ആഗ്നേയ, അവസാദ, കായാന്തരിത ശിലകൾ നിമഞ്ജന പ്രക്രിയയിലൂടെ ഉള്ളിലേക്ക് താണുപോവുകയും ഉയർന്ന ഊഷ്മാവിൽ ഇവ ഉരുകി മാഗ്മയായി മാറുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഒരു തവണ ഇതുപോലെ ആഗ്നേയശിലയായി, അവസാദമായി, കായാന്തരികമായി, അതിനുശേഷം പിന്നെ എന്താണ്? നിമഞ്ജന പ്രക്രിയ, പിന്നെയും എന്തെങ്കിലുമൊക്കെ പ്രക്രിയ നടന്ന് അത് വീണ്ടും ഭൂമിയുടെ ഉള്ളിലോട്ട് താണു പോകുന്നു. പിന്നെ ഉയർന്ന ഊഷ്മാവില് അത് വീണ്ടും ഉരുകി മാഗ്മയായിട്ട് മാറുന്നു. വീണ്ടും തിരിച്ച് മാഗ്മ വെളിയിലോട്ട് വരുന്നു, ലാവയാകുന്നു. ലാവ തണുത്തുറഞ്ഞ് വീണ്ടും ആഗ്നേയശിലയാകുന്നു, അവസാദമാകുന്നു. അതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശിലാചക്രം എന്ന് പറയുന്നത്. മാഗ്മയാണ് ആഗ്നേയ ശിലകളുടെ യഥാർത്ഥ ഉറവിടം. എന്ന് പറയുന്നത് മാഗ്മയാണ്. ഇനി അപക്ഷയം എന്താണെന്ന് നോക്കാം.
ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപക്ഷയത്തെ മൂന്നായി തിരിക്കാം: ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം അല്ലെങ്കിൽ ജൈവിക അപക്ഷയം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഭൗതികം, രാസികം, ജൈവികം. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഭൗതികം, രാസികം, ജൈവികം. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. എന്താണ്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. ഭൗതിക മാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഭൗതിക അപക്ഷയം. ശൈത്യമേഖലകളിലെ പാറകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. ഭൗതിക അപക്ഷയത്തിനൊരു റീസൺ അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ശൈത്യമേഖലകളിലെ പാറകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയം. അല്ലെ? താപമാറ്റം, താപത്തിന്റെ ഏറ്റക്കുറച്ചിൽ വന്നതോടെ ശൈത്യമേഖലകളെയാണ്, അപ്പൊ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ആ വിള്ളലുകളിൽ തണുത്ത ജലം തങ്ങി നിന്ന് അതിന് അപക്ഷയം ഉണ്ടാകുന്നു. അതാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ശിലകളിൽ രാസപരമായി വിഘടനം സംഭവിക്കുന്നത് രാസിക അപക്ഷയം എന്ന് പറയും. അപ്പം ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്ന വിഘടനം, ശിലകൾക്ക് വിഘടനം സംഭവിക്കുന്നു. അതാണ് രാസികമായിട്ടുള്ള അപക്ഷയം എന്ന് പറയുന്നത്. ഇനി ജൈവിക അപക്ഷയം എന്ന് വെച്ചാൽ എന്തായിരിക്കും? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ കാരണമുണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം. അതായത് ജീവനുള്ള വസ്തുക്കൾ, സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും മൂലം ജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ അതിനുണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. പാറ പൊട്ടിക്കൽ, ഖനനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുന്നിടിക്കൽ തുടങ്ങിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന അപക്ഷയത്തിനെ ജൈവിക അപക്ഷയമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. പാറ പൊട്ടിക്കൽ, ഖനനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുന്നിടിക്കൽ തുടങ്ങിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന അപക്ഷയവും ജൈവിക അപക്ഷയമാണ്. അപ്പൊ ഇത്രയാണ് ശിലകളെ കുറിച്ചുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശിലകളുടെ സവിശേഷതകൾ, പിന്നെ ഈ ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില എന്നിവയുടെ ഉദാഹരണങ്ങൾ, പിന്നെ അവ തമ്മിൽ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്, കായാന്തരിക ശിലയായിട്ട് മാറുന്ന ഈ എക്സാമ്പിൾസ് പഠിക്കണം, ഏതിലോട്ട് മാറുന്നു എന്നുള്ളത് പഠിക്കണം. പിന്നെ എല്ലാത്തിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുക, അതിന്റെ സവിശേഷതകൾ പഠിക്കുക. അത്രയാണ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദിക്കും.